स्लोसाते हुए सैपा अलीदाइन स्लोसाते हुए सनवर्तरेशन ഇരിഞ്ഞാലക്കുട രൂപത കച്ചേരിയിൽ നിന്ന് 2025 ആഗസ്റ്റ് 25 ലഭിച്ച പ്രോട്ടോകോൾ നമ്പർ 1350/25 അനുവാദ പത്രിക പ്രകാരവും ഈ മാസം 10 മുതൽ 14 വരെ കുർബാനിലെ കാവുണ്ട ധ്യാന കേന്ദ്രത്തിൽ കപ്പൂച്ചിൻ ജനറൽ കൗൺസിലർ റവറൻഡ് ഫാദർ ലോറൻസ് സോസേനാഥന്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച 8ാമത് പ്രൊവിൻഷ്യൽ ഓർഡിനറി ചാപ്റ്ററിന്റെ 3ാമത്തെ തീരുമാനപ്രകാരവും കുന്നുകുഴിയിലെ അസീസി ഭവനം ഒരു കപ്പൂച്ചിൻ ആശ്രമമായി ഉയർത്തിയ കാര്യം ഇതിനായി പ്രഖ്യാപിക്കുന്നു. ഈ വിധിവിധത്തിന്റെയും ദേവാലയത്തിന്റെയും ഈ ആശ്രമത്തിന്റെയും ഗുണാശിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളാവുന്ന കാഴ്ചകൾ സമർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. പരിശുദ്ധ ജീവനായുമായ പരികരണത്തിനും പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും സുത്യർഹമായ നേതൃത്വത്തിന്റെ ആരാധനയ്ക്കുമായി ഈ വിധിവിധത്തിന്റെയും ദേവാലയത്തിന്റെയും ഗുണാശ പൂർണ്ണമാവുകയും ചെയ്യട്ടെ. കർത്താവേ, ദൈവമേ, ബലഹീനനായ എന്നെ കാരുണ്യപൂർവ്വം സഹായിക്കണമേ. ഈ ബലിപീഠത്തിന്റെയും ദേവാലയത്തിന്റെയും ഉദാശിക്കണം പ്രാർത്ഥനയാകുന്ന കാഴ്ചകൾ അങ്ങയുടെ സന്നിധിയെ സമർപ്പിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹത്താൽ എന്നെ യോഗ്യനാക്കണമേ. അവ അങ്ങയുടെ കൃപയാ സ്വീകരിക്കപ്പെടട്ടെ. ജീവദായക രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കുമായി ഈ ബലിപീഠവും ദേവാലയവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ കരുണയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ കൃപാവരം ചൊരിയണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റോസ്മരിയപ്പെടുകയും
വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ നിയമാവലിയിൽ എഴുതിയ ഒരു ചിന്ത, സഹോദരന്മാർ വീടോ സ്ഥലമോ മറ്റെന്തെങ്കിലുമോ സ്വന്തമാക്കരുത്. ഈ ലോകത്തെ തീർത്ഥാടകരെയും പരദേശികളെയും പോലെ ദാരിദ്ര്യത്തിലും വിനയത്തിലും കർത്താവിനെ സ്നേഹിക്കണം. ഈ പുതിയ ആശ്രമം എന്ന് പറയുന്നത് ഭൗതികതയോടുള്ള കടപ്പാടുകളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തെ ആവാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് ആ പിതാവിന്റെ ഭവനത്തിൽ പിതാവിനോടൊപ്പം വസിക്കുന്ന, സ്വാതന്ത്ര്യത്തോടുകൂടെ വസിക്കുന്ന ഒരിടം. തീർച്ചയായിട്ടും സമർപ്പിത ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും അത് തന്നെയാണ്. തമ്പുരാന്റെ സംരക്ഷണയില് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാധിക്കും. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗീതത്തിന്റെ ഇരടികള് ഒരു കവിതയുടെ ഭാഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല, ഒരു കാറ്റ് മടങ്ങാതെ ഇരുന്നിട്ടില്ല, ഒരു രാവും പുലരാതെ ഇരുന്നിട്ടില്ല, ഒരു നോവും കുറയാതെ ഇരുന്നിട്ടില്ല. തിരമാലയും ചെറുതോണിയും അമരത്തെന്നരികെ അവരുള്ളതാണ്. മഞ്ഞും മഴയും കൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാണ്. എൻ ജീവിതത്തെ നന്നായി വരുവാൻ അവൻ ഒരുക്കുന്നതാണ്. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടുകൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി വീണു പോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഈ സ്വാതന്ത്ര്യത്തോടുകൂടെ, ഈ സുരക്ഷിതത്വത്തോടുകൂടെ വസിക്കുന്ന ഒരിടം, അതാണ് ആശ്രമം.